प्यारे बच्चों, नमस्ते। आशा करती हूँ सब ठीक से है। आज हम तीसरा पाठ पढ़ेंगे। पाठ का नाम पक्षी और दीमक। यह तो एक कहानी है। कहानी का मुक्तिबोध। मुक्तिबोध का पूरा नाम है गजानन माधव मुक्तिबोध। वे हिंदी साहित्य के एक विख्यात लेखक है, कवि है, कहानीकार है, एक समीक्षक भी है। उनकी एक लंबी कहानी का छोटा भाग है पक्षी और दीमक नामक प्रस्तुत कहानी। इस कहानी में आधुनिक समाज के युवा पीढ़ियों को एक बड़ा संदेश देना चाहते हैं कवि। क्या है संदेश, हम पाठ में देखें। പക്ഷി और ദീമക്, പക്ഷിയും ചിതലും. एक था पक्षी, ഒരു പക്ഷി ഉണ്ടായിരുന്നു. वो नीले आसमान में खूब ऊंचाई पर उड़ता जा रहा था. ആ പക്ഷി നീലാകാശത്തിൽ വളരെ ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. उसके साथ उसके पिता और मित्र भी थे. ആ പക്ഷിയോടൊപ്പം അവനോടൊപ്പം അവന്റെ അച്ഛനും കൂട്ടുകാരും ഉണ്ടായിരുന്നു. नौजवान पक्षी के साथ पिता और मित्र थे. सब बहुत ऊंचाई पर उड़ने वाले പക്ഷി थे. എല്ലാവരും വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളായിരുന്നു. उनकी निगाहें भी बड़ी तेज थी. അവരുടെ ദൃഷ്ടിയും അതിവേഗതയിലായിരുന്നു. വളരെ അകലെയുള്ള വസ്തുക്കളും എളുപ്പം ദർശിക്കാൻ സാധിക്കുന്ന കാഴ്ചശക്തി ഉണ്ടായിരുന്നു ആ പക്ഷികൾക്ക്. അതായിരുന്നു ആ പക്ഷികളുടെ പ്രത്യേകത. ऊंचाई पर उड़ने वाले पक्षी थे और निगाहें भी बड़ी तेज थी. उन्हें दूर दूर की भनक और दूर दूर के महक भी मिल जाती. അവർക്ക് ദൂരെയുള്ള വളരെ ചെറിയ ശബ്ദം, അതിനാണ് ഭനക് എന്ന് പറയാം. അതുപോലെ തന്നെ മെഹക്ക് എന്ന് പറഞ്ഞാൽ ഗന്ധം. വളരെ ചെറിയ ശബ്ദവും ഗന്ധവും തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. एक दिन वो नौजवान पक्षी जमीन पर चलती हुई एक बैलगाड़ी को देख लेता. ഒരു ദിവസം ആ യുവാവായ പക്ഷി, നൗജവാൻ പക്ഷി മീൻസ് യുവാവ്, നിലത്തുകൂടെ പോകുന്ന ഒരു കാളവണ്ടി കണ്ടു. ഉസ്മേ ബഡേ ബഡേ ബോരെ ഭരേ ഹുവേ ഹെ. അതിൽ വലിയ വലിയ ചാക്കുകൾ, സാക്സ് നിറച്ചിട്ടുണ്ടായിരുന്നു. ഗാഡിവാല ചില്ല ചില്ലാക്കർ കഹത്താ ഹെ. ആ വണ്ടിക്കാരൻ ഒച്ചത്തിൽ പറഞ്ഞു. എന്താണ് പറയുന്നത്? ദോ ദീമകേ ലോ ഏക് പങ്ക് ദോ. രണ്ട് ചിതലുകൾ എടുത്തിട്ട് നിങ്ങൾ ഒരു തൂവൽ തന്നാൽ മതി. ഭയങ്കര ബിസിനസ് ട്രിക്കാണ്. രണ്ട് ചിതലുകൾക്ക് പകരം ഒരു ചിറക് തന്നാൽ മതി. ഉസ് നൗജവാൻ പക്ഷിക്കോ ദീമകം ക ശൗക്കത്ത. ആ യുവാവായ പക്ഷിക്ക് ചിതലിനെ വളരെ ഇഷ്ടമായിരുന്നു. ഷൗക്ക്, കൊതി, ഇൻട്രസ്റ്റ് ആയിരുന്നു. वैसे तो ऊंचे उड़ने वाले पंछियों को हवा में ही बहुत से कीड़े तैरते हुए मिल जाते, जिन्हें खाकर वे अपनी भूख थोड़ी बहुत शांत कर लेते. സാധാരണഗതിയിൽ ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്ക്, പക്ഷി രണ്ടും ഒന്നാ, എന്താണ്, കാറ്റത്ത് അവിടെ അന്തരീക്ഷത്തിൽ തന്നെ അവർക്ക് കഴിക്കാനുള്ള കീടങ്ങൾ, അവർക്ക് ഭക്ഷിക്കാനുള്ള കീടങ്ങളൊക്കെ ലഭിക്കുമായിരുന്നു. അത് ഭക്ഷിച്ചാണ് പക്ഷികൾ ജീവിതം കഴിച്ചു കൂട്ടുന്നത്. അവർ പറന്നുകൊണ്ടിരിക്കുന്നത് തന്നെ കീടങ്ങളെയൊക്കെ തന്നെ അവർക്ക് ലഭിക്കും. സാധാരണഗതിയിൽ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇഷ്ടപ്പെട്ട ദീമകയും താഴെ ഒരാള് ഇങ്ങനെ ചാക്കിൽ നിറച്ച് വിൽക്കുന്നത് കണ്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റ് തോന്നി. പക്ഷെ ഈ ദീമകയെ എവിടെ കിട്ടില്ല. ദീമകയും സിർഫ് ജമീൻ पर ही मिल जाती थी. लेकिन दीमकें सिर्फ जमीन पर मिलती थी, हवा में नहीं मिलती थी. दीमकें कहाँ मिलती थी? दीमकें सिर्फ जमीन पर मिलती थी. ചിതലുകളെ ഹവാമേ നഹി മിൽത്തി. അന്തരീക്ഷത്തിൽ ലഭിക്കില്ല, കാറ്റിൽ ലഭിക്കില്ല, ജമീൻ മാത്രമാണ്, നിലത്ത്. കഭി കഭി പേട് पर जमीन से तने पर चढ़कर ऊंची डाल तक वे अपने मटियाला लंबा घर बना लेती. लेकिन ऐसे कुछ ही पेड़ होते वे सब एक जगह न मिलते. ചിലപ്പോഴൊക്കെ മരത്തിന്റെ തടികളിലൂടെ ഇങ്ങനെ കയറി കയറി വലിയ ചില്ലകളിലെത്തിയിട്ട് തൻ്റെതായ ഒരു മണ്ണ് കൊണ്ടുള്ള നീളത്തിലുള്ള വീട് നിർമ്മിക്കും ചിതലുകൾ. എസെ കുച്ചിഹി പേട് ഹോത്തെ.
അങ്ങനെയുള്ള മരങ്ങൾ വളരെ അപൂർവം മാത്രമേ ലഭിക്കുള്ളൂ. അതും എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല. ജഗഹ് മീൻസ് പ്ലേസ്, സ്ഥലം. അത്തരത്തിലുള്ള ചിതൽ പുറ്റുകളുടെ, അതായത് വീട്, ചിതൽ കൂടുകെട്ടിയിരിക്കുന്ന മരങ്ങൾ എല്ലായിടത്തും കാണൂല. नौजवान पक्षी को लगा यह बहुत बड़ी सुविधा है कि एक आदमी दीमकों को बोरे में भरकर बेच रहा है. യുവാവായ പക്ഷിക്ക് തോന്നി ഇത് വളരെ സൗകര്യമല്ലേ, എന്ത്, ഒരു മനുഷ്യന് ഈ ചിതലുകളെ ഇങ്ങനെ നിറച്ച് വിൽക്കുന്നത്. ലഗ്ന തോന്നുക, ലഗ തോന്നി. वो अपनी ऊंचाइयां छोड़कर मंडराता हुआ नीचे उतरता है. തന്റെ ഉയരങ്ങളൊക്കെ ചോടുക്കർ ഉപേക്ഷിച്ച് മണ്ടരാത്ത ഹുവ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി, എന്നിട്ട് മരത്തിന്റെ ചില്ലയിൽ വന്ന് ഇരിക്കുന്നു. ഉയരങ്ങളിൽ നിന്ന് കണ്ട് മരത്തിന്റെ ചില്ല, ഡാൽ മീൻസ് ചില്ല. മണ്ടരാന ചുറ്റിത്തിരിയുക, മണ്ടരാത്ത ഹുവ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട്. ओके, देन दोनों का सौदा तय हो जाता है. पक्षी और किसके बीच है? गाड़ी वालों के बीच का सौदा तय हो जाता है. सौदा കച്ചവടം, തൈ ഹോ ജാന ഉറപ്പിക്കുക. അപ്പിനി ചോഞ്ച് സെ തന്റെ കൊക്ക് കൊണ്ട് ഏക്ക് പർക്കോ ഖീഞ്ചിക്കർ തോടനെ മേ ഉസെ തക്ലീഫ് ഹോത്തി ഹൈ. തന്റെ കൊക്ക് കൊണ്ട് ഒരു ചിറക് പറിച്ചെടുക്കുമ്പോൾ അല്പം പ്രയാസം തോന്നി. തക്ലീഫ് മീൻസ് പ്രയാസം, വേദന, തൊടിന പൊട്ടിക്കുക. എന്നാൽ ഉസേ വ ബർദാസ്ത് കർ ലേത്താ ഹൈ. ആ വേദനയെയും സഹിക്കുകയായിരുന്നു. ആര്? പക്ഷി. തനിക്കിഷ്ടപ്പെട്ട കാര്യമാണ് കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വേദന, ചിറക് പറിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വേദന സഹിക്കാൻ തയ്യാറാകുന്നു. മുഹമ്മേ ദബാ കർവോ പക്ഷി ഫുസ്സെ ഉടുജാത്താഹെ. അത് വായിൽ അമർത്തിപ്പിടിച്ച് അങ്ങ് പറന്ന് അടക്കി പിടിച്ചുകൊണ്ട്, അമർത്തിപ്പിടിച്ചുകൊണ്ട് പക്ഷി പറന്നു പോവുകയാണ്. മുഹമ്മേ ബഡേ സ്വാദ് കെ സാത്ത് ദോ ദീമകേൻ ദബാക്കർ. ദബാന എന്ന് വെച്ചാല് അടിച്ചമർത്തുക, ദബാന പിടിക്കുക, അമർത്തി പിടിച്ചുകൊണ്ടാണ് പറന്നു പോകുന്നത്. अब उस पक्षी को गाड़ी वाले से 2 दीमकें खरीदने और एक पर देने में बड़ी आसानी मालूम हुई. അതിങ്ങനെ നിരന്തരം തുടർന്നുകൊണ്ടേയിരുന്നു. ആദ്യം വേദനയുണ്ടായി, പക്ഷെ ഇപ്പൊ അത് സ്ഥിരമായി. അതുകൊണ്ട് തന്നെ ഇപ്പൊ എളുപ്പമായി തോന്നി. ആദ്യം ചിറക് പറിക്കുന്നത് അല്പം ബുദ്ധിമുട്ടായെങ്കിലും ആസാനി, നൗ ഇപ്പൊ എന്താണ്, എളുപ്പമായി. തന്റെ ചിറക് പറിച്ചു കൊടുക്കുന്നു, ദീമകൻ വാങ്ങുന്നു. वो रोज तीसरे पहर नीचे उतरता और गाड़ी वाले को एक पंग देकर 2 दीमകെ खरीद लेता. ദിവസവും 3-ാം യാമത്തിൽ എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞുള്ള സമയം, പഹർ എന്ന് പറഞ്ഞാൽ യാമം. ദിവസവും 3-ാം യാമത്തില് താഴേക്ക് ഇറങ്ങി വന്ന് വണ്ടിക്കാരന് തന്റെ ചിറക് നൽകുന്നു, 2 ചിതലുകൾ വാങ്ങുന്നു. കുച്ച് ദിനോ തക് ऐसा ही चलता रहा. കുറച്ച് ദിവസം അങ്ങനെ തന്നെ കഴിഞ്ഞു. एक दिन उसके पिता ने देख लिया. ഒരു ദിവസം ഉസ്കെ പിതാനെ ദേഖ് ലിയ, അച്ഛൻ കണ്ടു തന്റെ മകൻ ഇങ്ങനെ ചെയ്യുന്നത്. ഉസ്നെ സമझाने की कोशिश की. മനസ്സിലാക്കി കൊടുത്തു. എന്തെന്ന്? മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്തി. ബേട്ടെ ദീമകെ ഹമാരാ സ്വാഭാവിക ആഹാർ നഹീ ഹൈ और उनके लिए अपने पंख तो हरगिज नहीं दिया जा सकते. ദീമകെ, ചിതൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണമല്ല മോനെ. മാത്രമല്ല ആ ദീമകെ ലഭിക്കാൻ വേണ്ടി തന്റെ ചിറക് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഹർഗിസ്, ഒരിക്കലും കൊടുക്കാൻ പാടില്ല. കാരണം പക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്തിത്വമാണ് എന്ത്? ചിറക്. ചിറകില്ലെങ്കിൽ എന്തില്ല, പറക്കാൻ കഴിയില്ല. लेकिन उस नौजवान पक्षी ने बड़े ही गर्व से अपना मुंह दूसरी ओर कर लिया. പക്ഷെ ആ യുവാവായ പക്ഷി വളരെ അഹങ്കാരത്തോടുകൂടി തന്റെ മുഖം തിരിച്ചു കളഞ്ഞു. അങ്ങനെയാണ് പലപ്പോഴും ചില കുട്ടികളുണ്ട്, നമ്മിലുമുണ്ട്, ആധുനിക സമൂഹത്തിലുണ്ട് കുട്ടികൾ, അച്ഛനമ്മമാരുടെ വാക്കുകൾ കേൾക്കാതെ മുഖം ധരിക്കുന്നവര്. അതേപോലെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ സ്വീകരിക്കില്ല. ഉസേ ജമീൻ पर उतारकर दीमकें खाने की चट लग गई थी. അവന്, അതായത് ആ പക്ഷിക്ക് നിലത്തിറങ്ങി ചിതലുകള് തിന്നുക എന്നുള്ള ഒരു ഹരം പിടിച്ചിരുന്നു. അബുസേനത്തോ ദൂസരെ കീടെ അച്ചേലകത്തെ നഫൽ അനാജിക്കേതാനെ. മറ്റുള്ള കീടങ്ങളോ
പഴങ്ങളോ ധാന്യമണികളോ ഒന്നും തന്നെ നന്നായിട്ട് തോന്നില്ല. ദീപകം ക ഷൗക്ക് അബ് ഉസ് പർ ഹാവി ഹോ ഗയാത്ത. ഇപ്പം ചിതലുകളോടുള്ള താല്പര്യം അവനെ അങ്ങോട്ട് കീഴ്പ്പെടുത്തിയിരുന്നു. ദെൻ ലേക്കിൻ ऐसा कितने दिनों तक चलता? അങ്ങനെ എത്ര ദിവസം നടക്കും? ഉസ്കെ പങ്കോं की संख्या लगातार ഘടती चली गई. അവന്റെ ചിറകുകളുടെ എണ്ണം ക്രമേണ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരുന്നു. അബ് വോ ഊഞ്ചായിയോं पर अपना संतुलन नहीं कर सकते थे. ഇപ്പോൾ ആ പക്ഷിക്ക് തൻ്റെ ഉയരങ്ങളിലൊന്നും പറക്കാനൊന്നും സാധിക്കുന്നില്ല. പക്ഷിക്ക് ചിറകുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ? പറക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചിറകുകളെല്ലാം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഘടന എന്ന് പറഞ്ഞാൽ കുറയുക. ഘട്ടന സംഭവമാണ്. മറ്റൊന്ന് ഘടന എന്തുകൊണ്ട്? ഗഡ്തി, ഇവിടെ ഗഡ്തി ചലിക എന്ന് പറഞ്ഞാൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ചിറകുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചിറകുകൾ കുറഞ്ഞുകൊണ്ട് തന്നെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. സാത്ത് നഹി സക്താ തന്നെ ബഹുത് സമയത്ത് പങ്കുസെ സഹാരാദി സത്യത്തെ. തൻ്റെ ചിറകിൽ നിന്നുള്ള സഹായം പറക്കാൻ ലഭിക്കുന്നില്ല. आकाश यात्रा के दौरान उसे जल्दी जल्दी पहाड़ी चट्टानों, पेड़ों की चोटियां, गुंबदों और बुर्जों पर ഹാഫ്ते हुए बैठ जाना पड़ता. ആകാശയാത്ര നടത്തുന്ന സമയത്ത് ദൗറാൻ എന്ന് പറഞ്ഞാൽ സമയത്ത് പെട്ടെന്ന് തന്നെ വേഗം പർവ്വത പ്രദേശങ്ങളിലും പാറക്കെട്ടുകളിലും അതുപോലെ തന്നെ മരത്തിൻ്റെ ചില്ലകളിലും അതേപോലെ തന്നെ മിനാരങ്ങളിലും ഗോപുരത്തിലും താഴികക്കുടത്തിലും ഒക്കെ തന്നെ പറന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഹാഫ്തെ ഹുവേ, കിതച്ചു കൊണ്ടിരിക്കേണ്ടി വരുന്നു. ട്രൈ ചെയ്യും, ഒരുപാട് ശ്രമം നടത്തേണ്ടി വരുന്നു പറക്കുമ്പോൾ. ഹാഫ്ന കിതക്കുക, ഹാഫ്തെ ഹുവേ ബൈഠ് ജാന പടുത്ത, കിതച്ചു കൊണ്ടിരിക്കേണ്ടി വരുന്നു. ഉസ്കെ പരിവാർ വാലെ തഥാ മിത്ര ഊഞ്ചായിയോं पर തൈർത്തെ ഹുവേ ആകെ ബഡ് ജാത്തെ. ആ പക്ഷിയുടെ കുടുംബങ്ങളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ഒക്കെ തന്നെ വളരെ ഉയരത്തിൽ പറന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു. തൈർന എന്ന് പറഞ്ഞാൽ നീന്തുക എന്നാണ്. ഇവിടെ തൈർന എന്ന് പറഞ്ഞാൽ പറക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. വ ബഹുത്ത് പിച്ചട് ജാത്ത. എന്നാൽ ഈ പക്ഷി യുവാ പക്ഷിത്തോ ബഹുത്ത് പിച്ചട് ജാത്ത, പീച്ചെ ഹോ ജാത്ത, പിറകിലേക്കായി പോകുന്നുണ്ടാവുന്നു. ഫിർബി, എന്നിട്ടും ദീമക് ഖാനെ കാ ഉസ്കാ ഷൗക്ക് കം നഹീ ഹുവ. ചിതല് തിന്നാനുള്ള ആ പക്ഷിയുടെ ഇൻട്രസ്റ്റ് ഇപ്പോഴും കുറഞ്ഞില്ല. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും തൻ്റെ ചിറക് ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പറക്കാൻ കഴിയുന്നില്ല. എല്ലാവരും തന്നെ മുമ്പിലെത്തുന്നു. ഇതൊക്കെ ആയിട്ടും ഇൻട്രസ്റ്റ് കുറഞ്ഞില്ല. दीमकों के लिए गाड़ी वाले को वो अपने पंख തോട് കർ ദേത്താ രഹ. എന്ന ചിതലിന് വേണ്ടി വീണ്ടും ആ വണ്ടിക്കാരന് തൻ്റെ ചിറക് പൊട്ടിച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. തനിക്കുള്ള ബുദ്ധിമുട്ടൊന്നും വകവയ്ക്കാതെ ആ യുവാ പക്ഷി തൻ്റെ അച്ഛൻ്റെ വാക്കും മാനിച്ചില്ല. ചിറകിങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. അവൻ സ്വന്തം അസ്തിത്വത്തെ ഇങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഫിർ ഉസ്നെ സോച്ചാ കി ആസ്മാൻ മേ ഉഡനാ ഹി ഫിസുൽ ഹെ. പിന്നെ അവൻ ചിന്തിക്കുകയാണ്, ഈ ആകാശത്ത് പറക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വ്യർത്ഥമാണ്, വെറുതെയാണ്. മൂർഖോം കാ കാം ഹെ, അത് വിഡ്ഢികളുടെ ജോലിയാണ്. ഉസ്കി ഹാലത്ത് യേ ഥി കി അബ് വോ ആസ്മാൻ മേ ഉഡ് ഹി നഹീ സക്താ താ. അവന് ഇപ്പോൾ എങ്ങനെയുള്ള അവസ്ഥയാണ്? ആകാശത്ത് പറക്കാനേ കഴിയില്ല. കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറയില്ലേ, നമുക്ക് കിട്ടാത്തതാണെങ്കിൽ നമ്മൾ അതിനെ കുറ്റപ്പെടുത്തും. ആ രീതിയിൽ പറഞ്ഞു. മോർക്കോം കാ കാം ഹെ വോ സിർഫ് ഏക് പേട് സേ ഉടുക്കർ ദൂസരെ പേട് തക്ക് പहुंच പാത്ത. അവനിപ്പോൾ ആ പക്ഷിക്ക്, യുവാ പക്ഷിക്ക് ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് എത്താനേ സാധിക്കുള്ളൂ. ഒരു മരത്തിൽ നിന്നും തൊട്ടടുത്തുള്ള മറ്റൊരു മരത്തിലേക്ക്. ധീരെ ധീരെ ഉസ്കി യേ ശക്തി ഭി കം ഹോത്തി ഗയി. അതായത് ഇപ്പോൾ ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് പറക്കാനും പറ്റാത്ത അവസ്ഥയായി. മെല്ലെ മെല്ലെ അതും ഇല്ലാതായി, ആ ശക്തിയും കുറഞ്ഞു. और एक समय वो आया जब वो बड़ी मुश्किल से पेड़ की एक डाल से लगी हुई दूसरी डाल पर
മരത്തിൽ പോയി ഒരു മരത്തിലെ ചില്ലയിൽ നിന്നും മറ്റൊരു ചില്ലയിലേക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലെത്തി. അതിപ്പം പറന്നിട്ടല്ല, ചാടിയാണ് ഒരു ചില്ലയിൽ നിന്നും മറ്റൊരു ചില്ലയിലേക്ക് എത്തുന്നത്. ലേക്കിൻ ദീമക് ഖാനെ കാ ശൗക്ക് നഹീ ഛൂട്ട. ഇത്രയൊക്കെ ആയിട്ടും ദീമക് ഖാനെ കാ ശൗക്ക്, ചിതല് തിന്നാനുള്ള ആ യുവാ പക്ഷിയുടെ ഇൻട്രസ്റ്റ് ഇപ്പോഴും അവനെ വിട്ടുപോയിട്ടില്ല, വേർപെട്ടിട്ടില്ല. ബീച്ച് മേ ഗാഡിവാല ബുത്താ ദേ ജാത്ത. ഇടയ്ക്ക് വണ്ടിക്കാരൻ അപ്രത്യക്ഷനായി, പറ്റിച്ചു കളഞ്ഞു, കടന്നു കളഞ്ഞു. ഓ കഹി നസർ മേ ന ആത്ത. അനെ ഗാഡിവാല കഹി നസർ മേ ന ആത്ത. എവിടെയും കാണപ്പെട്ടില്ല വണ്ടിക്കാരനെ. പക്ഷി ഉസ്കെ ഇന്തസാർ മേ ഘുൽത്താ രഹത. പക്ഷി ആ വണ്ടിക്കാരനെ പ്രതീക്ഷിച്ച് ഇരുന്നു. ഇന്തസാർ കർണ പ്രതീക്ഷിക്കുക, ഗുൽത്ത എന്ന് പറഞ്ഞ ഗുൽന ഉരുകുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ കാത്തിരിപ്പ് തുടർന്നു കൊണ്ടേയിരുന്നു, പ്രതീക്ഷിച്ചു കൊണ്ടേയിരുന്നു. ലേക്കിൻ ദീമകോं का शौक जो उससे था उसने सोचा. ദീമകൻ കിട്ടിയേ ഒക്കുള്ളൂ, അതിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്, ലഹരി പിടിച്ചിരിക്കുകയാണ്. ഉസ്നെ സോച്ച മേ ഖുദ് ദീമകെ ഡൂണ്ടുക. ഞാൻ സ്വയം തന്നെ എന്തായാലും തിരയാൻ പോവുക. ഡൂണ്ടിന തിരയുക, ഡൂണ്ടുക തിരയും. ഇസ്ലിയെ വോ പേട് സേ ഉതർക്കർ ജമീൻ पर आ गया. അതുകൊണ്ട് തന്നെ മരത്തിൽ നിന്നും ഇറങ്ങി നിലത്ത് വന്നു. और घास के एक लहराते गुच्छे में सिमट कर बैठ गया. ഒരു പുൽ കൂമ്പാരത്തിൽ ഇങ്ങനെ ഒതുങ്ങി ഇരുന്ന് എന്താക്കാൻ തുടങ്ങി? ഈ ദീമകെ തിരയാൻ തുടങ്ങി. മിട്ടിന എന്ന് പറഞ്ഞാൽ ഒതുങ്ങിക്കൂടുക, ഒതുങ്ങിക്കൂടുക എന്നുള്ള അർത്ഥമാണ്. പിന്നീട് ഒരു ദിവസം പക്ഷിയുടെ മനസ്സിൽ എന്താണ് തോന്നിയതെന്നറിയില്ല. ഫിർ ഏക് ദിൻ ഉസ് പക്ഷി കെ ജീ മേ ന മാലൂം ക്യാ ആയ. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയതെന്നറിയില്ല. वो खूब मेहनत से जमीन में से दीमकें चुन कर खाने के बजाय उन्हें इकट्ठा करने लगा. ആ പക്ഷി വളരെ കഠിനാധ്വാനം ചെയ്ത്, അതായത് ഖൂബ് മേനസെ വളരെയധികം പരിശ്രമിച്ചുകൊണ്ട് നിലത്ത് നിന്നും ഈ ചിതലിനെ തെരഞ്ഞെടുത്ത് തിന്നുന്നതിന് പകരം ഖാനയ്ക്ക് ബജായ് പകരം ഉനെ ഇകട്ടാ കർണേലക, അതിനെ ശേഖരിക്കാൻ തുടങ്ങി. ഇകട്ടാ കർണ ശേഖരിക്കുക. अब उसके पास दीमकों के ढेर हो गया. ഇപ്പോൾ ആ യുവാ പക്ഷിയുടെ അടുത്ത് ചിതലിൻ്റെ ഒരു കൂമ്പാരം തന്നെയായി മാറി. ഫിർ ഏക് ദിൻ എകായക് വോ ഗാഡി വാല ദിഖായി ദിയ. പിന്നീട് ഒരു ദിവസം പെട്ടെന്ന് ആ വണ്ടിക്കാരൻ കാണപ്പെട്ടു. പക്ഷിക്ക് ബഡി ഖുഷി ഹുയി. പക്ഷിക്ക് വളരെ സന്തോഷമുണ്ടായി. ഉസ്നെ പുകാർ കർ കഹ, വിളിച്ചു പറഞ്ഞു, ഗാഡി വാലെ, ഓ ഗാഡി വാലെ, मैं कब से तुम्हारा इंतजार कर रहा था. വണ്ടിക്കാരാ, വണ്ടിക്കാരാ, ഞാൻ എത്രയായി നിങ്ങളെ കാത്തിരിക്കുന്നു. പെഹച്ചാനി ആവാസ് സുൻകർ ഗാഡി വാല രുക് ഗയ. ആ പരിചിതമായ ആ ശബ്ദം കേട്ടപ്പോൾ വണ്ടിക്കാരൻ ഒന്ന് നിന്നു. തബ് പക്ഷീനെ കഹ, ദേഖോ മേനെ കിത്തനി സാരി ദീമകെ ജമാ കർ ലീ ഹെ. നോക്കൂ, പക്ഷി പറയുകയാണ്, ഞാൻ എത്രമാത്രം ചിതലുകളാണ് ഇവിടെ ശേഖരിച്ചു വച്ചിരിക്കുന്നത്. ജമാ കർണ ശേഖരിച്ചു വെച്ച്, കൂട്ടം കൂട്ടി വെക്കുക, അതായത് ജമാക്കാരനെ ശേഖരിച്ചു വെക്കുക. ഗാഡിവാലയ്ക്കോ പക്ഷി കി ബാത് സമജ് മേ നഹീ ആയി. വണ്ടിക്കാരനെ പക്ഷിയുടെ സംസാരം മനസ്സിലായില്ല. ഉസ്നെ സിർഫ് ഇത്ന കഹ, തോ മേ ക്യാ കരും. അതിന് ഞാൻ എന്ത് ചെയ്യണം? മേരി ദീമകെ ലീലോ ഓർ മേരെ പങ്ക് മുझे വാപ്പസ് കർ ദോ. നിങ്ങൾ ഈ ചിതലൊക്കെ എടുത്തിട്ട് എൻ്റെ ചിറകൊന്ന് തിരിച്ചു തരൂ. പക്ഷീനെ ജവാബ് ദിയ. പക്ഷി അതാണ് ഉത്തരം നൽകിയത്. ഗാഡിവാലെ ടട്ടാക്കർ ഹസ്പട. വണ്ടിക്കാരൻ ഒച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു, അട്ടഹസിച്ചു ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ബേവ്കൂഫ്, മേൻ ദീമക്കെ ബദലെ പങ്ക് ലേത്താഹും പങ്ക് കെ ബദലെ ദീമകനെയും. വിഡ്ഢി, ഞാൻ ചിതലിന് പകരം ചിറക് വാങ്ങും, ചിറകിന് പകരം ഞാൻ ചിതല് വാങ്ങാറില്ല. ഇവിടെ തിരിച്ചു ചോദിക്കുന്ന പക്ഷിയുടെ ആ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇപ്പോഴാണ് പക്ഷിക്ക് തനിച്ചറിവുണ്ടായത്. ഇതുവരെ അച്ഛൻ പറഞ്ഞപ്പോഴൊന്നും മാനിച്ചില്ല. അപ്പം ശക്തി ക്ഷയിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഗാഡിവാലനെ പങ്ക് ശബ്ദ പർ ബഹുത്ത് ജോർ ദിയാത്ത. പങ്ക് എന്ന ശബ്ദത്തിൽ ആ വാക്കിനെ ഒന്ന് ഉറപ്പിക്കുകയായിരുന്നു, അല്പം കട്ടി കൊടുത്ത് പറയുകയായിരുന്നു. ഗാഡിവാല ചലാകയ, അതും പറഞ്ഞു പോയി. പക്ഷി ചട്പട്ടാക്കർ രഹഗയ. പക്ഷി ഞെട്ടിത്തരിച്ചിരുന്നു പോയി, ഉലഞ്ഞുപോയി, ആകെ വിഷമിച്ചു പോയി.
एक दिन एक काली बिल्ली आई और अपने मुंह में उसे दबाकर चली गई. ഒരു ദിവസം കറുത്ത പൂച്ച, ഒരു കരിമ്പൂച്ച വന്ന് തൻ്റെ വായിൽ അതിനെ അമർത്തിപ്പിടിച്ചുകൊണ്ട് പക്ഷിയെ അങ്ങോട്ട് പറന്നു പോകാനാവാത്ത ആ പക്ഷിയെ അടക്കി പിടിച്ചുകൊണ്ട് പോയി. തബ് ഉസ് പക്ഷി കാ ഖൂൻ ടപക് ടപക് പർ ജമീൻ പർ ബൂന്ദോं की लकीर बना रहा था. ആ സമയത്ത് പക്ഷിയുടെ രക്തത്തുള്ളികൾ ഉറ്റിറ്റ് വീണ് ഒരു നീണ്ട വര നിലത്തിങ്ങനെ വരച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കാവ്യഭാഷയിൽ ഇത് കൊടുത്തതാണ്. എന്ന് പറഞ്ഞാൽ പക്ഷിക്ക് മൃത്യു ഹുയി. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ബഡോं की बातें, माँ बाप की बातें न माने, गर्व से चलने वाले युवा पीढ़ी को एक संदेश है. प्रस्तुत पाठ.